സാർ, അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടുകൂടിയാണ് ഈ ഒരു അനുശോചന യോഗത്തിൽ സംസാരിക്കേണ്ടി വരുന്നത്. ഇന്നലെ വരെ നമ്മോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി സഖാവ് ഇന്ന് നമ്മളൊപ്പമില്ല. എനിക്ക് വ്യക്തിപരമായി ജമീലയെ നിയമസഭയിൽ വരുന്നതിന് മുന്നേ തന്നെ നല്ല ബന്ധമാണ്. കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ നേരത്തെ ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു. ശക്തമായ സ്ത്രീപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെപ്പോഴും മുൻപന്തിയിലായിരുന്നു. പലപ്പോഴും സ്ത്രീകളുടെ രാഷ്ട്രീയം, സ്ത്രീപക്ഷ രാഷ്ട്രീയം അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നതിനെ സംബന്ധിച്ചൊക്കെ പല ഘട്ടത്തിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും നമ്മൾ പല യോഗങ്ങളിലും ആ തരത്തിൽ നേരത്തെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മഹിളാ അസോസിയേഷനിലൊക്കെ നേരത്തെ ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു. പിന്നീട് രാഷ്ട്രീയമായി വ്യത്യസ്തമായ ചേരിയിലാണെങ്കിൽ പോലും ആ വ്യക്തിബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെന്നും താല്പര്യം കാണിച്ചിരുന്നു, അവരെന്നും ഉണ്ടായിരുന്നു. വ്യക്തിപരമായ വേദനകളും സന്തോഷങ്ങളിലുമൊക്കെ പലപ്പോഴും ഒന്നിച്ചു നിൽക്കാനും അതിനൊക്കെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിലൊരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ജമീലത്ത എന്ന് ഞങ്ങൾ എല്ലാവരും വിളിച്ച് അവരെ ആ തരത്തിൽ ഏറ്റവും ഒരു സഹോദരിയെ പോലെ തന്നെ കൂടെ നിൽക്കാൻ അവസാനം വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അസുഖമായിട്ട് ഹോസ്പിറ്റലാകുമ്പോൾ വിളിച്ചപ്പോൾ വളരെ വേദന പറഞ്ഞിരുന്നു. സഭയിൽ പങ്കെടുക്കാത്തതിൻ്റെ ഒരു പ്രയാസം അവർ പങ്കുവച്ചിരുന്നു. പക്ഷേ അടുത്ത സഭയിൽ ഞാൻ എന്തായാലും ഉണ്ടാകും എന്ന ആത്മവിശ്വാസവും രോഗം മാറി ഭേദമായി തിരിച്ച് ഈ സഭയിലെത്താൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് അസുഖം മൂർച്ഛിച്ച് അവര് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എപ്പോഴും ചിരിച്ച് എല്ലാവരോടും മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ, എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്താൻ അവർക്ക് സാധിച്ചിരുന്നു എന്നതാണ്. രാഷ്ട്രീയം നോക്കിയിട്ടല്ല, മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നുമല്ലാതെ തന്നെ എല്ലാ മനുഷ്യരുടെയും പ്രയാസങ്ങളെ ചേർത്ത് നിർത്താൻ സാധിച്ചു. ഒരു ഏറ്റവും നല്ല ഒരു സഖാവായിരുന്നു സഖാവ് ജമീലത്ത. അതുപോലെ തന്നെ അദ്ദേഹം ഭരണസാരഥിയായിരിക്കുന്ന സമയത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്തൊക്കെ തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ, വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഓരോ സമയത്തും നടത്താൻ, അത് രേഖപ്പെടുത്തി വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തിളക്കമാർന്ന പ്രവർത്തനങ്ങളാണ് ഓരോ മേഖലയിലും അവർ നടത്തിയത്. അതിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടത്തിയ സ്നേഹസ്പർശ പദ്ധതി, നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, അതൊക്കെ എടുത്തു പറയപ്പെടേണ്ട നിരവധി പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ തരത്തിലൊരു അടയാളപ്പെടുത്തൽ ഉണ്ടാകാൻ ബോധപൂർവമായ ശ്രമം അവർ നടത്തിയിരുന്നു എന്നാണ്. അപ്പൊ സ്ത്രീകൾ പലപ്പോഴും ഇത്തരത്തിൽ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല എന്ന് ധരിച്ചു വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും നന്നായി പഞ്ചായത്തായാലും ജില്ലയായാലും ഒക്കെ കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്ന് അവരെ തെളിയിക്കാനും ആ തരത്തിൽ മുന്നോട്ട് പോകാനും സാധിച്ചത് നമുക്ക് എപ്പോഴും അഭിമാനത്തോടു കൂടി തന്നെയാണ് കണ്ടത്. ആ ഒരു അഭിമാനകരമായ പ്രവർത്തനങ്ങൾ ഈ സഭയിലും, ഒരുപക്ഷെ അസുഖമായി അന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അന്ന് അവസാനം അദ്ദേഹം സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഞങ്ങൾ തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സഭ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്താൻ, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ അവരെപ്പോഴും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നതാണ്. ഒരിക്കലും മായുന്നില്ല അവരുടെ ഓർമ്മകൾ. വളരെ പ്രയാസത്തോടു കൂടിയാണ് സത്യത്തിൽ ആ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങളൊക്കെ നമ്മളെ ഇപ്പോൾ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. വളരെ വേദനയോടുകൂടി തന്നെ ഈ ഒരു അനുശോചനത്തിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അനുശോചനം